ഗുഡ്ഗാവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ട്രംപ് ടവറിലെ താമസ കേന്ദ്രങ്ങൾ വിറ്റത് ചൂടപ്പം പോലെ. ആദ്യ ദിവസം നടന്നത് 3250 കോടി രൂപയുടെ വിൽപ്പന. 125 കോടി വില വരുന്ന പെന്റ് ഹൗസ് ഉൾപ്പെടെയുള്ള എല്ലാം ഒറ്റ ദിവസത്തിൽ വിറ്റ് തീർന്നതായും നിർമ്മാണ കമ്പനി അറിയിച്ചു. ചാഞ്ചാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലായി. സെൻസെക്സ് 182 പോയിന്റും നിഫ്റ്റി 88 പോയിന്റും ഉയർന്നു. ഇന്ത്യയിലും യു എസിലും ചില്ലറ പണപ്പെരുപ്പം കുറഞ്ഞതാണ് വിപണിയെ നേട്ടത്തിലാക്കിയതെന്ന് വിദഗ്ധർ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ചൈനീസ്, തുർക്കി മാധ്യമങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടുകൾക്ക് പൂട്ടിട്ട് കേന്ദ്ര സർക്കാർ. ഗ്ലോബൽ ടൈംസ്, സിൻഹുവ വാർത്താ ഏജൻസി, തുർക്കിഷ് മാധ്യമമായ TRT വേൾഡ് എന്നിവയാണ് തടഞ്ഞത്. പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങളെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ആഗോള വ്യാപാര തർക്കങ്ങളിൽ അയവ് വന്നതോടെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് പവൻ വില 400 രൂപ കുറഞ്ഞ് 70,440 രൂപയിലെത്തി. കഴിഞ്ഞ ദിവസം പവന് 2,395 രൂപ കൂടിയ ശേഷമാണ് തിരിച്ചിറക്കം. കനം കുറഞ്ഞ സ്ലിം ഫോണുകളുടെ കാര്യത്തിൽ ആപ്പിളിന് മുന്നേ ഓടിയെത്തി സാംസങ്. S സീരീസിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോണായ S25 എഡ്ജ് വിപണിയിലെത്തി. 1,09,999 രൂപ മുതലാണ് ഇന്ത്യയിലെ വില.